സ്വകാര്യ ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകുക, അതായത് സ്വകാര്യ ഭാഗങ്ങളെന്ന് പറയുമ്പോൾ തുടയിടുക്കിലും കക്ഷത്തും നമ്മുടെ ഈ കഴുത്തിൻ്റെ വശങ്ങളിലും അതുപോലെ തന്നെ സ്ത്രീകളിൽ അവരുടെ ബ്രസ്റ്റിന് അടിഭാഗത്തും ഒക്കെ ആയിട്ട് ഇത്തരത്തിൽ കറുത്ത നിറം, അതായത് ഡിസ്കളറേഷൻസ് പെട്ടെന്ന് വരുന്നു. ആദ്യം ഒരു ചെറിയ രീതിയിൽ ഉണ്ടാകുന്നു, അതിനുശേഷം ഭയങ്കരമായിട്ട് ഇത് കൂടി വരുന്നു. ഒപ്പം തന്നെ ചിലർക്ക് ചൊറിച്ചിലുണ്ടാകുന്നു, അമിതമായിട്ടുള്ള ദുർഗന്ധം ഉണ്ടാകുന്നു, ചിലർക്ക് അവിടെ ഉരഞ്ഞിട്ട് പൊട്ടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പലപ്പോഴും ഇത് ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കാര്യവും അതുപോലെ തന്നെ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അവരുടെ പാർട്ട്ണറുമായിട്ട് ഉള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോഴും ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർ ഒരു പരിധിയിൽ കൂടുതൽ അലട്ടാറുണ്ട്. പലപ്പോഴും ഇത് പുറത്ത് പറയാതെ ഒടുവിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴായിരിക്കും ഒരു ഡോക്ടറുടെ സഹായം പോലും തേടുന്നത്. അതായത് പുറത്ത് പറയാതെ കൊണ്ട് നടക്കുന്ന ഒരു ശീലമാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും നിങ്ങൾക്കിത് പൂർണ്ണമായിട്ട്, അതായത് ഒരു 7 ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമാണ് നിങ്ങളോട് പറയുന്നത്. പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കഴുത്തിൻ്റെ ഈ ഭാഗത്തായിട്ടോ കക്ഷത്തിൻ്റെ ഭാഗത്തായിട്ടോ ഒക്കെ കറുപ്പ് വരുന്നു. ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിരിക്കും കൂടുതലായിട്ട് കറുപ്പ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും തുടയിടുക്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർക്ക് PCODയുടെ പ്രശ്നം ഉണ്ടാവാം, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്ന PCOS. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവാം. അതിനോടൊപ്പം തന്നെ തൈറോയിഡ് പോലുള്ള ഏതെങ്കിലും ഒരു രോഗം നമ്മളെ ബാധിച്ചിരിക്കുക. പിന്നീട് അമിതമായിട്ടുള്ള പ്രമേഹം, ഒട്ടും കൺട്രോളിലല്ലാത്ത ഡയബറ്റീസ് ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ഒന്ന് കൺട്രോളിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചവൽക്കല ക്വാത ചൂർണം എന്ന് പറഞ്ഞിട്ട് വാങ്ങാനായിട്ട് കിട്ടും. പഞ്ചവൽക്കല ക്വാത ചൂർണം ഇത് നമുക്ക് എല്ലാ ആയുർവേദ ഫാർമസികളിലും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ കൈ കൊണ്ട് ഒരു 2 നുള്ളെടുത്തതിന് ശേഷം ഇതിനെ നമ്മളൊരു പാത്രത്തിൻ്റെ അകത്തേക്ക് ഇട്ട് വെള്ളം ഒരു 2-3 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് ഒരു മീഡിയം പരുവത്തിലേക്ക് തണുത്ത് വരുമ്പോൾ അതുപയോഗിച്ച് നമുക്ക് ഏത് ഭാഗത്താണോ നമുക്ക് ഈ പറയുന്ന ഡിസ്കളറേഷൻസും ദുർഗന്ധവും അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷനും ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് കറക്റ്റ് ഈ വെള്ളം ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്യണം. അങ്ങനെ വാഷ് ചെയ്ത് ഒരു 10 മിനിറ്റ് സമയം നമ്മളൊന്ന് വാഷ് ചെയ്തതിന് ശേഷം മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സോപ്പ് ഉപയോഗിച്ച്, ഇപ്പോൾ ഡെറ്റോളിൻ്റെയൊക്കെ ഏതെങ്കിലും സോപ്പ് ഉപയോഗിച്ച് നമ്മളവിടെ വാഷ് ചെയ്തതിന് ശേഷം നല്ല ഒരു തുണി ഉപയോഗിച്ച് അവിടെ തുടച്ച് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. അത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത്, വീട്ടിൽ നമുക്കിപ്പോൾ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് മിക്സിയിൽ നമ്മളിതിനെ ഒന്ന് നന്നായിട്ട് അടിക്കണം. അടിച്ചല്ലെങ്കിൽ നമ്മൾ ഇടികല്ലിൽ വെച്ച് ചതച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ചാറ് നമ്മളൊരു 4 ടീസ്പൂണ് ചാറ് എടുക്കുക. ആ 4 ടീസ്പൂണ് ചാറിലേക്ക് നമ്മൾ അര നാരങ്ങ മുറിച്ചതിന് പിഴിഞ്ഞതും കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കണം. അതിനുശേഷം നമുക്ക് ടീ ട്രീ ഓയിൽ എന്ന് പറയുന്ന ഒരു ഓയിൽ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഈ ഓയിൽ നമുക്കൊരു 4 തുള്ളി കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നമുക്ക് ഈ അഫക്റ്റ് ചെയ്തിട്ടുള്ള പാർട്ട് എവിടാണോ ആ ഭാഗങ്ങളിൽ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ടീ ട്രീ ഓയിൽ വാങ്ങാനായിട്ട് സാധിക്കാത്തവരാണെങ്കിൽ അത് വാങ്ങണ്ട, അതില്ലാതെ തന്നെ നിങ്ങൾ ഇത് ചെയ്യുക. പക്ഷേ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഭാഗം നന്നായിട്ട് വാഷ് ചെയ്ത് ഉണങ്ങിയിട്ട് വേണം ചെയ്യാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഏകദേശം ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നമ്മൾ ഈ മിശ്രിതം നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ കുറയുന്നതായിട്ട് കാണും. അതിനുശേഷം നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ സെയിം പഞ്ചവൽക്കല ക്വാത ചൂർണം വെച്ചിട്ട് ഉള്ള ആ വെള്ളം ഉപയോഗിച്ച് നമ്മളിവിടെ വാഷ് ചെയ്ത് തുടച്ചെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആര്യവേപ്പിൻ്റെ ഇല ഉണ്ടായിരിക്കും. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല ഒരു 5 എണ്ണവും തുളസി ഇല ഒരു 5 എണ്ണവും അതിനോടൊപ്പം തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട്, അതായത് ഇതൊന്നും വാങ്ങാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഇത് 3ഉം കൂടി അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് ഇതിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കുക. അതായത് നീര് മാത്രം ഒരു 2-3 സ്പൂണ് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഈ ഡിസ്കളറേഷൻ ഉള്ള ഭാഗത്ത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഇത് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ആപ്പിൾ സിഡർ വിനിഗർ മൂന്നാമത്തെ ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ആപ്പിൾ സിഡർ വിനിഗർ 4 ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത് 8 തുള്ളി ഒഴിച്ചതിന് ശേഷം ഈ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഈ ഭാഗങ്ങൾ കഴുകുന്നത് പെട്ടെന്ന് ഇത് കുറയുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. സെയിം മെത്തേഡിൽ തന്നെ
തന്നെ ടീ ട്രീ ഓയിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ടീ ട്രീ ഓയിൽ ഇതുപോലെ തന്നെ എടുത്തിട്ട് 4 ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത് 8 തുള്ളി ഒഴിച്ചതിന് ശേഷം വാഷ് ചെയ്താൽ നമുക്ക് നല്ലൊരു വ്യത്യാസം കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ ഇതിലെ കൂട്ടത്തിൽ നിങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത ചില ആഹാരങ്ങൾ കൂടെ പറയണം. അതായത് അമിതമായിട്ടുള്ള എരിവ്, ഉപ്പ്, പുളി ഇത് 3 വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ കൂടി നിൽക്കും. പലരും മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും ഇത് വരുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറയ്ക്കുക, അതായത് നമ്മൾ ആഹാരത്തിൻ്റെ അകത്തുനിന്ന് കുറയ്ക്കുക. അതിനോടൊപ്പം തന്നെ ഇറുകി പിടിച്ച വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കാതിരിക്കുക. ആ ഭാഗങ്ങളിൽ ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ ഹെയർ നമ്മൾ കൃത്യമായിട്ട് വെട്ടി നിർത്തുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ ഒരാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയാൽ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്താൽ മതി. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പിന്നീടുള്ള ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ചും പിന്നീട് മാസത്തിൽ ഒരിക്കൽ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്ത് ഒരു 3 മാസം കൊണ്ട് ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ മാറ്റിയെടുക്കുക എന്നാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. ഇല്ലെങ്കിൽ ഇത് വരാനുള്ള ഒരു സാധ്യത ശരീരത്തിൻ്റെ അകത്ത് അവശേഷിക്കുക. അപ്പോൾ ഈ വിഷയവുമായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണും. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെമഡിയാണ് പറഞ്ഞത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക. കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.